ഡോക്ടർ മോഹൻ വർഗീസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്തുകൊണ്ടാണ് അമേരിക്ക പൊടുന്നനെ ഇറാനിൽ ആക്രമണം നടത്തിയത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. താങ്കൾ സൂചിപ്പിച്ചു, ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്കയുടെ മുഖം രക്ഷിക്കേണ്ടതുണ്ട്, കൂടാതെ തന്നെ ആയുധത്തിൻ്റെ സ്റ്റോക്കുകളുടെ കുറവും എന്നീ കാര്യങ്ങളൊക്കെ താങ്കൾ സൂചിപ്പിച്ചു. ഇനി ഇറാൻ്റെ കാര്യമെടുക്കാം. ഇറാനെതിരായ US ആക്രമണങ്ങളിൽ അയവ് വന്നതിന് പിന്നാലെ തന്നെ ഇറാനും പ്രത്യാക്രമണങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 രാത്രികളിലായി US അവരുടെ ആക്രമണങ്ങൾ നിർത്തിവെച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങളും പ്രതികാര നടപടികൾ നിർത്തിവെക്കുകയാണ് എന്നാണ് ഇറാൻ സൈനിക വക്താവ് അമീർ അക്രാമിനിയ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന് അയവ് വന്നു. പക്ഷേ പശ്ചിമേഷ്യയിൽ പൂർണ്ണമായി സമാധാനം വരാൻ ഇതിടയാക്കുമോ? ഈ ഇടവേളയിൽ ചർച്ചകൾ നടക്കുമോ, അത് വിജയത്തിലെത്തുമോ എന്ന കാര്യം മറുവശത്തുണ്ട്. ഇതോടൊപ്പം ചോദിക്കാനുള്ളത്, ഈ ഒരു ഇടവേള വീണ്ടും ആവനാഴിയിൽ അസ്ത്രങ്ങൾ നിറച്ച് തിരിച്ചടിക്കാനുള്ള ഒരു അമേരിക്കൻ തന്ത്രമുണ്ടാകുമോ? ഇപ്പോൾ പൊടുന്നനെ യുദ്ധം നിർത്തിയാൽ അമേരിക്ക തോറ്റു എന്ന നരേറ്റീവ് കൂടി വരില്ലേ? അതുകൊണ്ട് ട്രംപ് ഒതുങ്ങിയിരിക്കുമോ? എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്? ഇടവേളകൾ എങ്ങനെയാണ്, യുദ്ധത്തിൻ്റെ ഇടവേളകൾ എങ്ങനെയാണ് ഇറാൻ എന്ന രാജ്യം ഉപയോഗിക്കുന്നത്? ഇതാണല്ലോ പരിഗണനാ വിഷയം. അപ്പോൾ മുൻപ് എങ്ങനെ ഉപയോഗിച്ചുവോ സമാനമായ രീതിയിൽ ഉപയോഗിക്കാനാണ് സാധ്യത. മുൻപ് 3 തവണയെങ്കിലും യുദ്ധവിരാമമുണ്ടായി ഇതിനിടയിൽ, കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ. ഈ സമയങ്ങളിലൊക്കെ ഇറാൻ റീആം ചെയ്യാൻ, റീകൂപ്പറേറ്റ് ചെയ്യാൻ പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കിയില്ല എങ്കിലും കേടുപാടുകൾ പരിഹരിക്കാൻ, അല്ലെങ്കിൽ മിസൈൽ നിർമ്മാണം, ഇറാൻ്റെ സ്ട്രെങ്ത് അതാണല്ലോ, മിസൈൽ നിർമ്മാണവും ശേഖരണവും തകൃതിയായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഇടവേളകൾ ഉപയോഗിക്കും. അതൊരു നിശ്ചയമായും ചെയ്യുന്ന കാര്യമാണ്. കാരണം യുദ്ധം അവസാനിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാലോ, ഇനി ഒരു കരാർ ഒപ്പിട്ടാൽ പോലും ആ രീതിയിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ ഇറാൻ തയ്യാറാവില്ല. തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും എന്ന് പറയുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു മനോനിലയാണ് ഒരുപക്ഷെ ഇറാനുള്ളത്. 14 ഇറാൻ കൂടി നിർദ്ദേശിച്ച 14 സമാധാന നിർദ്ദേശം അമേരിക്ക അംഗീകരിക്കുകയും അതനുസരിച്ച് അതൊരു MOU ആയി കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തത് അബദ്ധമായി എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞില്ലേ? അതുകൊണ്ട് ഏതെങ്കിലും ഒരു കരട് ധാരണ, ഏകദേശ ധാരണ, താൽക്കാലിക വെടിനിർത്തൽ, ഇതെല്ലാം തന്നെ യുദ്ധത്തിനിടയ്ക്ക് സംഭവിക്കുന്ന ഒന്ന് ശ്വാസമെടുക്കാൻ, ഒന്ന് പതുങ്ങുന്നതാണ്. അപ്പോൾ പുലി പതുങ്ങുന്നത് എന്തിന് എന്ന ചോദ്യം വീണ്ടും പല ഭംഗ്യാന്തരേണ ചോദിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യാക്രമണത്തിന്, അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ ആക്രമണത്തിന് ഊർജം സംഭരിക്കാൻ വേണ്ടി ഒന്ന് പതുങ്ങുന്നു എന്ന നിലയിൽ തന്നെയാണ് ഇരുപക്ഷവും പരസ്പരം കാണുന്നത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് ചില തിരിച്ചറിവിൻ്റെ സമയം കൂടിയാണ്. എന്താണ് തിരിച്ചറിവ്? ഇറാൻ മനസ്സിലാക്കുന്നു, ഇറാനെ ഉദ്ദേശിക്കുന്നത് പോലെ ആ രീതിയിൽ അമേരിക്കയ്ക്ക് മെരുക്കിയെടുക്കാനാവില്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായതായി, അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികൾക്ക് മനസ്സിലായതായി ഇറാൻ മനസ്സിലാക്കുന്നു. കാരണം അതിനകത്തൊരു ഒബ്ജക്റ്റീവ് കൺസിഡറേഷൻ ഉണ്ട്. കാരണം പലരുടെയും കണക്ക് കൂട്ടലിൽ ഇറാൻ ഇത്ര കാലം പിടിച്ചു നിൽക്കും എന്ന് കണക്ക് കൂട്ടിയില്ല. ഇപ്പോൾ പിടിച്ചു നിൽക്കുക മാത്രമല്ല, ഇപ്പോഴും ഓരോ ആക്രമണത്തിനും മറുപടി കൊടുക്കാൻ ഇറാന് കഴിയുന്നുണ്ട്. അത് നിശ്ചയമാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, പക്ഷം ചേരാതെ, ഇറാൻ പക്ഷമോ അമേരിക്കൻ പക്ഷമോ ചേരാതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഏകപക്ഷീയമായി നടത്തിയ എല്ലാ ആക്രമണങ്ങൾക്കും പിന്നാലെ ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ട് ഇറാൻ ആദ്യം ആക്രമിച്ചു എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇങ്ങോട്ടുള്ള ആക്രമണം, ഇറാന് നേരെയുള്ള ആക്രമണത്തിനുള്ള മറുപടി കൃത്യമായി ഓരോ തവണയും കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായെന്ന് പറഞ്ഞാൽ അമേരിക്കൻ താവളങ്ങളാണ് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ മാത്രമല്ലേ തിരിച്ചടി ഉണ്ടാകൂ. പിന്നെ സിംബോളിക്കായ നിലയിൽ പല രാജ്യങ്ങൾക്ക് നേരെയും, ഇപ്പോൾ വളരെ അകലെ കിടക്കുന്ന ദ്വീപ സമൂഹങ്ങൾക്ക്, സൈപ്രസ് എന്ന ദ്വീപ് അത് മെഡിറ്ററേനിയനിലാണ്. അതുപോലെ ഇങ്ങനെ ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന ഇന്ത്യ സമുദ്രത്തിന് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡീഗോ ഗാർഷ്യ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തങ്ങൾ വേണ്ടി വന്നാൽ മിസൈലുകൾ അയക്കും. അതൊന്ന് അയച്ച് ഒരു ട്രാക്ക് റെക്കോർഡ് അവിടെ കിടക്കട്ടെ എന്ന രീതിയിൽ ഇറാൻ പ്രവർത്തിച്ചതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. തങ്ങളുടെ നിശ്ചയദാർഢ്യം തങ്ങൾ പ്രവൃത്തിയിൽ കാണിക്കുന്നു. തങ്ങൾക്ക് ബലഹീനത ഉണ്ടാവാം, അമേരിക്കയോടൊപ്പം ആയുധങ്ങളുടെ കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ ആവില്ല,
ടെക്നോളജിയുടെ കാര്യത്തിലും പിടിച്ചു നിൽക്കാൻ ആവില്ല. അതുമാത്രമല്ല, ഈ കരസേന മാത്രമാണ് സ്ട്രെങ്ത്, പിന്നെ ഉള്ളത് മിസൈലുകളാണ്. അത് മാത്രം വെച്ചിട്ട് ഒരു യുദ്ധം പൂർണ്ണമായി പ്രതിയോഗിയെ കീഴടക്കി മുന്നോട്ട് പോകാനാവില്ല. ഇറാൻ ആരെയാണ് കീഴടക്കേണ്ടത്? സ്വയം സേവ് ചെയ്ത് നിൽക്കുക, പിടിച്ചു നിൽക്കുക, പരാജയപ്പെടാതെ നോക്കുക, ആ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും കാത്തു സൂക്ഷിക്കുക, കഴിയുമെങ്കിൽ ഗവൺമെൻറ് നിലനിർത്താനായിട്ട് ഇപ്പോൾ IRGC നിയന്ത്രിക്കുന്ന ഒരു ഘടനയുണ്ട്. ആ ഘടന കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിർത്തുക എന്നതാണ് പ്രയോറിറ്റി. അപ്പം അവിടെ നിന്നുകൊണ്ട് ഓരോ യുദ്ധവിരാമവും അർദ്ധവിരാമങ്ങളാണ് എന്ന തിരിച്ചറിവോടുകൂടി ആ സമയം ആഭ്യന്തരമായി വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തുന്ന ഒരു തിരക്കിലാണ്. അതാണ് ഒരു തിരക്ക്. 2, ക്ലാൻഡസ്റ്റൈനായി ഒരുപാട് അണ്ടർഹാൻഡ്, ഇപ്പം നമ്മൾ പൊതുവെ പറയുന്നത് ഔപചാരികമായ നയതന്ത്ര നീക്കങ്ങളെക്കുറിച്ചാണ്. അനൗപചാരികമായ എത്രയോ നയതന്ത്ര നീക്കങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വിശ്വസിക്കുന്നുണ്ടോ? എല്ലാം ഔപചാരികമായി നമ്മൾ കേൾക്കുന്ന, പത്രങ്ങളിലൂടെ വായിക്കുന്നതും ടെലിവിഷൻ ചാനലുകളിലൂടെയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും നമ്മുടെ മുന്നിൽ വരുന്ന വാർത്തകൾ മാത്രമാണ് ഉള്ളതെന്ന്. അതിനുപരിയായ ചില സത്യങ്ങളുണ്ട്. അതായത് ഇറാൻ ഓരോരോ ഗൾഫ് രാജ്യങ്ങളുമായും സംസാരിക്കുന്നുണ്ട്. അനൗപചാരികമായി ട്രാക്ക് 2 ദൂതന്മാർ വഴി ഖത്തറുമായി സംസാരിക്കുന്നുണ്ട് നിരന്തരം. ഖത്തറിന് നേരെ ആക്രമണം നടത്തുമ്പോൾ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. സൗദിയും ഇറാനും തമ്മിൽ ഒരു വലിയ പാലമുണ്ട്. ഈ സംസാരത്തിൻ്റെ ഒരു പാലമാണ് അത്. പലപ്പോഴും പാകിസ്ഥാൻ അതിൻ്റെ ഹംസമായി പ്രവർത്തിക്കുന്നു എന്നതും ഞാൻ മറ്റൊരു എപ്പിസോഡിൽ സൂചിപ്പിച്ചതാണ്. അതേപോലെ തന്നെ ഒമാനുമായി ഇപ്പോൾ ഔപചാരികമായി തന്നെ ചർച്ച നടത്തുന്നു. ഈ ഹോർമൂസിൻ്റെ നിയന്ത്രണം ഭാവിയിൽ എങ്ങനെയായിരിക്കും, ഒമാനെ ഏത് രീതിയിൽ കോൺഫിഡൻസ് എടുത്ത് കൊണ്ടുവരാം. മാത്രമല്ല, ഒമാനെ അമേരിക്ക അങ്ങ് റാഞ്ചി എന്ന നിലയിലായിരുന്നു കഴിഞ്ഞ 2-3 ആഴ്ചത്തെ സംസാരം. കാരണം ഒമാൻ്റെ തീരത്തുകൂടി കപ്പൽ ഗതാഗതം, ഒമാൻ്റെ കൂടി അറിവോടുകൂടി ഒരു സമാന്തര കപ്പൽ പാത, ഇറാൻ നിർദ്ദേശിക്കുന്നതിന് ഉപരിയായ ഒരു കപ്പൽ പാത തുറന്ന് അതിലെ ഗതാഗതം പോയപ്പോഴാണല്ലോ ഇറാൻ പ്രകോപിതമായതും ആക്രമണം നടത്തിയതും. അവിടെ ഇറാൻ അങ്ങോട്ടാണ് ആക്രമണം നടത്തിയത് ആദ്യം, അതില്ല എന്ന് പറയാനാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആക്രമണം എങ്ങനെയാണ്, എന്താണ്, അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കണം, അത് ഒമാനുമായി സംസാരിക്കേണ്ടതാണ്. ഭാവിയിലും ഒരുമിച്ച് ഏകോപനത്തോടെ പ്രവർത്തിക്കേണ്ട രാജ്യങ്ങളാണ് ഒമാനും ഇറാനും. ചരിത്രപരമായി ഒരു വലിയ ഗുഡ്വില്ല് ഈ രാജ്യങ്ങൾ തമ്മിലുണ്ട്, ആ മേഖലാ ശക്തികൾ എന്ന നിലയിൽ. അപ്പോൾ അത് അടുത്ത ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുപോകും, അമേരിക്ക എത്രത്തോളം കാലം വിശ്വസിക്കുമെന്ന സ്വാഭാവികമായ ചോദ്യം ഒമാനും ചോദിക്കില്ലേ? അടുത്ത് കിടക്കുന്ന അയൽ രാജ്യമായ ഇറാനെയാണോ വിശ്വസിക്കേണ്ടത്, അതോ ഇപ്പോൾ പുഞ്ചിരി തൂകുന്ന അമേരിക്കയാണോ നമ്പേണ്ടത്? അപ്പോൾ ആത്യന്തികമായി ഈ രാജ്യങ്ങളൊന്നും തന്നെ പെർമനൻ്റായി അമേരിക്കയെ നമ്പാൻ സാധ്യത ഇല്ല എന്നും ഇറാൻ കണക്ക് കൂട്ടുന്നു. സമാധാന സമയത്തെ ഇപ്പോൾ യുദ്ധമാകുമ്പോൾ യുദ്ധത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കണം. ഇപ്പോൾ സമാധാനം വന്നു എന്നൊരു പ്രതീതി ഉള്ളപ്പോൾ അത് അടുത്ത യുദ്ധത്തിനുള്ള ഒരു പടയൊരുക്കം, കൊപ്പ് കൂട്ടൽ, അല്ലെങ്കിൽ ഒരു ശ്വാസമെടുക്കൽ വേള എന്ന് മാത്രമേ ഇറാൻ കാണുന്നുള്ളൂ. അവിടെയാണ് ട്രാക്ക് 2 ഡിപ്ലോമസി, അനൗപചാരികമായ ഡിപ്ലോമസി, അത് പരമാവധി നോക്കുന്നു. അതാണ് ഒരു കാര്യം. മാത്രമല്ല, ഇവിടെ ഈ ഇസ്ലാമിക രാജ്യങ്ങൾ, 4 ഇസ്ലാമിക രാജ്യങ്ങൾ, ശക്തരായ ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് ഇറാൻ്റെ ചുറ്റുപാടും. ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ഇറാൻ പൂർണ്ണ കലഹത്തിലൊന്നുമല്ല, ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ ഉണ്ട്. ഇവരുമായി സന്ധി ചെയ്താൽ ഒരു പുതിയ ലോകക്രമത്തിന് തുടക്കമാവും. അവിടെ ചൈനയും റഷ്യയും ഒന്നിച്ചു നിൽക്കും എന്ന ഒരു ഗൂഢമായ ചിന്തയും ഇറാൻ ഉള്ളതുപോലെ തോന്നുന്നു. അത് ഈ രാജ്യങ്ങളൊക്കെയാണ് പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഈജിപ്റ്റ് ആൻഡ് ടർക്കി. ഇത് 3 ഭൂഖണ്ഡങ്ങളിലായി കിടക്കുന്ന രാജ്യങ്ങളാണ്. ഈജിപ്തിൻ്റെ സിംഹഭാഗവും ആഫ്രിക്കയിലാണ്, ചെറിയൊരു ഭാഗം ഏഷ്യയിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട്, സൈനായ് മരുഭൂമിയൊക്കെ. അതുപോലെ യൂറോപ്യൻ ശക്തി എന്ന് പറയാവുന്ന ടർക്കി, അതിൻ്റെയും നല്ലൊരു ഭാഗം ഏഷ്യയിലാണ്, ഇറാനോടൊക്കെ ചേർന്ന് കിഴക്കോട്ടുള്ള ഭാഗം ഏഷ്യയിലാണ് എന്നത് വിസ്മരിക്കുന്നില്ല. അതുപോലെ പാകിസ്ഥാൻ, ഇസ്ലാമിക ലോകത്തെ ഏക ശക്തിയായ പാകിസ്ഥാൻ. ഈ 4 രാജ്യങ്ങളും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അമേരിക്കൻ പക്ഷപാതികളായ രാജ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ തുർക്കി നെയ്റ്റോയുടെ ഭാഗമാണ്, അല്ലേ? അതുമാത്രമല്ല, ഈ എർദോഗാൻ പലപ്പോഴും മാറ്റിയും മറിച്ചും കാര്യങ്ങൾ പറയുന്നുണ്ട്. ട്രംപ് പറയുന്നത് പോലെ വലിയ വോൾട്ട് ഫേസ് നടക്കുന്നില്ല എങ്കിലും പലപ്പോഴും എർദോഗാനും യൂടേൺ എടുക്കുന്നുണ്ട്. അത് ഇസ്രായേൽ ലെബനൻ സംഘർഷത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ നമ്മൾ പലപ്പോഴും കണ്ടതാണ്. വലിയ വർത്തമാനം പറയും എർദോഗാൻ, ടർക്കിഷ് പ്രസിഡൻറ്റ്. പക്ഷേ കാര്യത്തിലോടെടുക്കുമ്പോൾ ഒരു ആക്രമണവും ഒന്നും നടക്കുന്നില്ല. ആകപ്പാടെ ടർക്കിയുടെ ഭാഗത്തു നിന്നൊരു കൃത്യമായ ഒരു സപ്പോർട്ട് ബേസ് ഉണ്ടായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ ടർക്കിഷ് കപ്പലുകൾ പാകിസ്ഥാൻ തീരത്ത്, കറാച്ചി തീരത്ത് അടുത്തിരുന്നു എന്നതല്ലാതെ
അല്ലാതെ തുർക്കി ഒരു വലിയ നിലപാടെടുത്തൊരു യുദ്ധത്തിലേക്കൊന്നും നേരിട്ട് ചാടി പുറപ്പെട്ട ഒരു ചരിത്രമില്ല സമീപകാലത്ത്. എന്നാൽ വലിയ രീതിയിൽ അപലപിക്കുകയും സംസാരിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ഒക്കെ ചെയ്യും തുർക്കി. അപ്പോൾ അത് കാര്യമാക്കേണ്ട. പക്ഷേ വലിയ ശക്തിയാണ് തുർക്കി. മിസൈലുകളും റോക്കറ്റുകളും കരസേനയും ഒക്കെയുള്ള വലിയ ശക്തി തന്നെയാണ്. ഒരുപക്ഷെ ഭാവിയിൽ ആണവ രാജ്യമായി മാറാൻ സാധ്യതയുള്ള രാജ്യമാണ്. 2, ഈജിപ്റ്റ് ഒരു വൻ ശക്തി തന്നെയാണ്. ആഫ്രിക്കയിലെ വലിയ ശക്തിയാണ്. ഇസ്രയേലുമായി ആദ്യം സന്ധി ചെയ്ത രാജ്യമാണ്. ഈജിപ്റ്റ് ഇസ്രയേൽ ബന്ധം അത് വളരെ നിർണായകവുമാണ്. ഈജിപ്തുമായുള്ള പ്രശ്നം പരിഹരിച്ചതുകൊണ്ടാണ് ഇസ്രയേലിന് ഒരു അസ്തിത്വം ഉണ്ടായതും 1978 ശേഷം ഒരു വലിയ ശാന്തത അവിടെ ഉണ്ടായി. കാരണം ഈജിപ്തിനെ പ്ലക്കേറ്റ് ചെയ്തു. അറബ് ലോകത്ത് ഇസ്രയേലിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ആദ്യ രാജ്യമെന്ന നിലയിൽ, ഇപ്പോൾ ജോർദാൻ കഴിഞ്ഞാൽ ആദ്യ രാജ്യമെന്ന നിലയിൽ ഈജിപ്റ്റ് രംഗത്ത് വരികയാണ്. അപ്പോൾ ആ ഈജിപ്റ്റ് ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണം നടത്തുന്നില്ല എങ്കിലും ഒരു ശക്തി എന്ന നിലയിൽ പരിഗണിക്കേണ്ടതാണ്. സൗദി തീർച്ചയായും ഗൾഫ് മേഖലയിലെ ശക്തി തന്നെയാണ്. അറബ് ലോകത്തെ അറബി എന്ന പേര് വഹിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യമെന്ന നിലയിൽ സൗദി അറേബ്യ വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തി തന്നെയാണ്. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ചേർന്നാൽ ഒരു പുതിയ ക്രമം നടത്താനാവുമോ? ഇപ്പോൾ അമേരിക്ക നിയന്ത്രിക്കുന്ന രീതിയിൽ നിന്നും മാറി കുറച്ചൊന്ന് ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സൗദി അറേബ്യയും ചൈനയും തമ്മിലൊരു വലിയ ബന്ധമുണ്ട്. ഇപ്പോൾ 2023 ഇറാനുമായി ചൈന ഒരു കരാറിലേർപ്പെട്ടു. ഇറാനും സൗദിയും തമ്മിൽ കരാറിലേർപ്പെട്ടു. ചൈനയുടെ മധ്യസ്ഥതയിലാണ്. അപ്പം ചൈന വലിയ തോതിലാണ് സൗദി അറേബ്യയ്ക്ക് ആയുധം നൽകി സഹായിക്കുന്നത്. അപ്പം നമുക്കൊരു ചിന്തയുണ്ട് അമേരിക്കൻ ആയുധങ്ങൾ മാത്രമാണ് സൗദിയുടെ കരുത്തുന്നത്. അല്ല, ചൈനീസ് സാന്നിധ്യമുണ്ട്, ചൈനീസ് ആയുധങ്ങളുണ്ട്. ചൈനയുമായി നല്ല രീതിയിൽ എണ്ണക്കച്ചവടത്തിനുള്ള സ്കോപ്പുമുണ്ട്. അത് ചരിത്രപരമായി അങ്ങനെയായിരുന്നു. ഇത് സൗദി അറേബ്യയ്ക്ക് മാറി ചിന്തിക്കാനൊരു അവസരമാണ്. പുതിയ നേതൃത്വമാണ് മുഹമ്മദ് ബിൻ സൽമാൻ. അദ്ദേഹത്തിന് ഒരുപാട് പുതിയ ആശയങ്ങളുണ്ട്. എക്കാലത്തും അമേരിക്കൻ കാൽച്ചുവട്ടിലെ അടിമയായി കിടന്നുകൊള്ളണമെന്നില്ല. ഇക്കാര്യവും ഇറാൻ പരിഗണിക്കുന്നു. പാകിസ്ഥാൻ ഏത് നിമിഷവും കളം മാറി ചവിട്ടാൻ സാധ്യതയുള്ള രാജ്യമാണ്. ചൈനയുമായി നല്ല ചങ്ങാത്തം ഇപ്പോഴും. ഇന്ത്യ വിരുദ്ധതയാവാം പാകിസ്ഥാൻ്റെ മോട്ടിവേഷൻ. അങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ എല്ലാവരെയും ആക്രമിച്ചുകൊണ്ടേ ഇരിക്കണം. പക്ഷേ സമാന്തരമായി തുർക്കിയുമായും സൗദിയുമായും ഈജിപ്തുമായും പാകിസ്ഥാനുമായും ഒരു പാരസ്പര്യമുണ്ട്. പൂർണ്ണമായി ഇറാനെ എഴുതിത്തള്ളാനാവില്ല എന്നതാണ് അതിനർത്ഥം. അതുകൊണ്ട് സമാധാന സമയങ്ങളിൽ പരമാവധി യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഒരു പൊസിഷൻ എടുത്ത് നിൽക്കുകയും എന്നാൽ അത് ഡിപ്ലോമാറ്റിക്കലി നയതന്ത്രപരമായി മറ്റ് രാജ്യങ്ങളുമായി സംവദിക്കുകയും നിങ്ങളോടുള്ള എതിർപ്പല്ല, മറിച്ച് ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾക്കിത് ചെയ്യേണ്ടി വരുന്നു എന്ന് ആക്രമണ വിധേയരാവുന്ന അമേരിക്കൻ താവളങ്ങളുള്ള ഖത്തറിനോട് പോലും നിങ്ങളെ അല്ല ഞങ്ങൾ ആക്രമിക്കുന്നത്, അമേരിക്കൻ താവളങ്ങളെയാണ് എന്ന് നിരന്തരം ഉദ്ബോധിപ്പിക്കുന്ന ഒരു തിരക്കിലും കൂടിയാണ് ഇറാൻ. അല്ലാതെ രാജ്യങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് തങ്ങൾ ആക്രമിച്ചില്ലേ, വെറുപ്പിച്ചുകൊണ്ടല്ല. അതുകൊണ്ടാണ് ഒരു ഗൾഫ് രാജ്യവും ഇറാന് നേരെ ഇന്ന് വരെ ഒരു ആക്രമണവും നടത്തിയിട്ടില്ല. അവിടുത്തെ അമേരിക്കൻ താവളങ്ങളിൽ നിന്നും അമേരിക്കൻ ഫൈറ്റർ പ്ലെയിൻസ് മാത്രമാണ് പറന്നു പൊങ്ങിയത്. സൗദി വിമാനങ്ങൾ ഇറാനിൽ ആക്രമിച്ചില്ല. UAEയുടെ ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും വേണ്ടി വന്നാൽ ബലം പ്രയോഗിക്കുമെന്ന് പറഞ്ഞതല്ലാതെ അത് ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം. അതുകൊണ്ട് ഈ സമയം ഇറാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് എഫേർട്ടിനാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, പുതിയൊരു യുദ്ധമുഖം തുറക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്ന താക്കീത് യൂറോപ്പിനോട് പറയുകയാണ് ഇറാൻ. അതെന്താണ്? കാസ്പിയൻ കടലിൽ വെച്ച് ഒരു ഇറാൻ്റെ കപ്പൽ ഉക്രൈൻ ആക്രമിച്ച് അത് നാശനഷ്ടങ്ങൾ വരുത്തി. ഒരു നാവികൻ കൊല്ലപ്പെട്ടു, ചിലർക്ക് പരിക്ക് പറ്റി. ശക്തമായിട്ടാണ് പ്രതിഷേധിച്ചിരിക്കുന്നത്. ഉക്രൈൻ അവിടെ എന്ത് കാര്യം? കാസ്പിയൻ കടലുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല ഉക്രൈൻ എന്ന് ഓർക്കണം. ഞാനൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഇതിൻ്റെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ. കാസ്പിയൻ കടലിൻ്റെ ഒരു ഘടന, 5 അതിർത്തി പങ്കിടുന്ന 5 രാജ്യങ്ങൾ. അത് റഷ്യ അങ്ങ് വടക്കും, ഇറാൻ ഇങ്ങ് തെക്കും കാസ്പിയൻ കടലിൻ്റെ. അപ്പോൾ റഷ്യയും ഇറാനും തമ്മിൽ ഒരു ലിങ്കുണ്ട്. ത്രൂ ദ കാസ്പിയൻ സീ അവിടുത്തെ സ്വാധീന ശക്തി റഷ്യ തന്നെയാണ്. ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇറാൻ്റെ കപ്പലിനെ ഉക്രൈൻ ആക്രമിച്ചത്. എന്തായിരുന്നു കാരണം? ആയുധങ്ങൾ കൊണ്ടുപോകുന്ന കപ്പൽ. ഇപ്പോൾ കൊണ്ടുപോകുന്നതാണോ കൊണ്ടുവരുന്നതാണോ എന്നതിനെക്കുറിച്ച് വലിയ നിശ്ചയമില്ല. 2 രീതിയിൽ സംസാരിക്കുന്നു. റഷ്യൻ ആയുധങ്ങൾ ഇറാനിലേക്ക് എത്തുന്നതിന് ഉക്രൈൻ എന്താ കുഴപ്പം? അതൊരു ന്യായമായ ചോദ്യമാണ്. പക്ഷേ ഇറാനിയൻ റോക്കറ്റുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ റഷ്യയിൽ മുൻകാലങ്ങളിൽ എത്തിയിട്ടുണ്ട്. ആ ഡ്രോണുകൾ കൃത്യമായി ഉക്രൈനെതിരെ റഷ്യ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഇനി അങ്ങനെ ഡ്രോണുകൾ കൊണ്ടുപോകുന്നു എന്ന കാരണത്താലാണോ അതോ റഷ്യയിൽ നിന്നും ഉക്രൈനിലേക്ക്, റഷ്യയിൽ നിന്നും ഇറാനിലേക്ക് ആയുധങ്ങൾ കൊണ്ടുവരുന്ന കപ്പലാണോ? എന്തായാലും കാസ്പിയൻ കടലിൽ വെച്ച് ഉക്രൈൻ ഒരു ഇറാനിയൻ കപ്പലിനെ ആക്രമിച്ചപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ബാലൻസ് മുഴുവൻ മാറി. അപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധവും ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധവും
തമ്മിൽ ഹൈഫനേറ്റ് ചെയ്ത് കാണേണ്ട ഒരു അവസ്ഥയിലാണ് ലോകം. അത് ഉറപ്പുവരുത്തുന്ന തിരക്കിലാണ് ഇറാൻ. കാരണം ഇതെങ്ങനെയെങ്കിലും പരിഹരിക്കണമെങ്കിൽ ഒരുപക്ഷെ എല്ലാ യുദ്ധങ്ങളും ഒരുമിച്ച്, ഇസ്രായേൽ പാലസ്തീൻ തർക്കങ്ങളും റഷ്യ ഉക്രൈൻ യുദ്ധവും ഇറാൻ അമേരിക്ക യുദ്ധവും എല്ലാം കൂടി ഒരു കോംപ്രിഹെൻസീവ് പാക്കേജാക്കി എടുക്കാനാവുമോ എന്നതാണ്. ഇതിലെല്ലാം അമേരിക്ക പങ്കാളിയാണ്. ഞാൻ മറ്റൊരു അവസരത്തിൽ അത് സൂചിപ്പിച്ചതുമാണ്. ഇതെല്ലാം ഈ യുദ്ധങ്ങളെല്ലാം ഇൻഡയറക്ട്ലി ആണെങ്കിലും ലിങ്ക്ഡ് ആണ്, നേരിട്ടല്ലെങ്കിലും ലിങ്ക്ഡ് ആണ്. അത് കൂടുതൽ ലിങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇറാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് യുദ്ധമെങ്കിൽ യുദ്ധം, ഉക്രൈനുമായി ഞങ്ങൾ ചില കണക്കുകൾ തീർക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ കപ്പൽ ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടി പ്രതീക്ഷിക്കാം. കർശനമായ താക്കീത്, വെറും താക്കീത് മാത്രമല്ല. അപ്പോൾ ആ രീതിയിൽ വന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കുൾപ്പെടെ ഇടപെടേണ്ടി വരും. ഇനി യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈനോടൊപ്പം നിൽക്കുകയാണല്ലോ. അപ്പോൾ ഉക്രൈനെ സഹായിക്കാൻ വേണ്ടി ഇറാനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ പടപ്പുറപ്പാടുമായി വരുമോ? പക്ഷേ മറ്റൊരു മേഖലയിൽ, ചെങ്കടൽ മേഖലയും പേർഷ്യൻ ഗൾഫ് മേഖലയും കടന്ന് മറ്റൊരു മേഖലയെ, കാസ്പിയൻ കടൽ മേഖലയിലേക്കൂടെ യുദ്ധം വ്യാപിക്കുന്ന കാര്യങ്ങളൊന്ന് പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു അവസ്ഥയാണത്. അപ്പോൾ അങ്ങനെ ഒരു സമ്മർദ്ദം ഇപ്പോൾ പാശ്ചാത്യ ശക്തികൾക്ക് നേരെ, അമേരിക്കയ്ക്കും യൂറോപ്പിനുമെതിരെ ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ ഇപ്പോൾ തങ്ങളുടെ കപ്പൽ ആക്രമിക്കപ്പെടുന്നതിനെ ഇറാൻ ഈ സമാധാന കാലത്ത് നോക്കുന്നു എന്നതും ഇതോടൊപ്പം തന്നെ നമ്മൾ പരിഗണിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഇറാൻ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട്, ഇറാൻ അനുകൂലമെന്നോ അമേരിക്ക അനുകൂലമെന്നോ എന്ന രീതിയിൽ കാണണ്ട, ഇറാൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടുള്ള ഒരു വിശകലനമായിരുന്നു ഇത്. മറിച്ച് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ അമേരിക്കൻ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഇത് അവലോകനം ചെയ്തു. നമ്മൾ പല ആംഗിളിൽ നിന്നുകൊണ്ട് നോക്കിയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാകൂ. കാരണം പക്ഷം പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ചേരി, ഇത് ഫുട്ബോൾ മാച്ചല്ല എന്ന് ഒരിക്കൽ കൂടി, വേൾഡ് കപ്പ് ഫുട്ബോൾ അല്ല, ഇത് ക്രിക്കറ്റ് മാച്ചല്ല, ഇതൊരു ഗുസ്തി മത്സരമല്ല, അല്ലെങ്കിൽ IPL അല്ല. അതുകൊണ്ട് ഏതെങ്കിലും ടീമിനോടൊപ്പം പക്ഷം ചേർന്നുകൊണ്ട് അതിൻ്റെ പേര് നിലപാടെന്നല്ല, അതിൻ്റെ പേര് ഇതിനെ കളിയായി, ഇതിനെ ഒരു ഗെയിമായി മനുഷ്യൻ കാണുന്നു എന്നാണ്. ഇതിനെ ഗെയിമായി കാണാതിരിക്കുകയും ഒറ്റ നിലപാടേ ഉള്ളൂ, അത് സമാധാനത്തിൻ്റെ നിലപാടാണ്. അതാര് സമാധാനത്തിന് ശ്രമിച്ചാലും അതിന് ആത്മാർത്ഥമായ മാനസികമായ പിന്തുണ കൊടുക്കുക എന്നതാവണം മാനവരാശിയുടെ അല്ലെങ്കിൽ മറ്റു ഉള്ള ആളുകളുടെ കടമ എന്ന ഓർമ്മിപ്പിക്കലോടെ അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.